നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചു വരുന്ന ഓരോ ജനപ്രതിനിധിയും ഖിയാമത്ത് നാളിൽ കഠിനമായ വിചാരണ നേരിടേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുല്ലുക്കും റാഇ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി വൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു കാവൽക്കാരനാണ്, ഒരു ഇടയനാണ്. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഇടയിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭരണാധികാരി ഒരു കാവൽക്കാരനാണ്, അവൻ തൻ്റെ ജനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പറഞ്ഞൊരു വാക്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാഖിലെ നദിയുടെ തീരത്ത് ഒരു ആട് കാൽ വഴുതി വീണാൽ അള്ളാഹു ഉമറിനോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉമറേ, നീ ആ ആടിനു വേണ്ടി വഴി ശരിയാക്കാത്തത് എന്തുകൊണ്ട് എന്ന്. ഇതാണ് ഇസ്ലാമിക ഭരണബോധം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ആടിനെ കുറിച്ച് പോലും ഉത്തരം പറയേണ്ടി വരുമെന്ന ഭയം. ഇന്ന് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ കോടികൾ വാരിക്കൂട്ടുമ്പോൾ, ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യുമ്പോൾ, ദരിദ്രരുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ, ഖിയാമത്ത് നാളിലെ ആ ഭയാനകമായ വിചാരണയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമായ നേതൃപാഠമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. നല്ലൊരു നാളേക്കായി, നാടിന്റെ നന്മക്കായി നമുക്കൊന്നിക്കാം ഇൻഷാ അല്ലാഹ്.